ഹായ് കേരറ്റ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ്, നിങ്ങളും 2026 ഇന്ത്യൻ ആർമി റാലിയിലേക്ക് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തൊരു കേഡറ്റ് ആണോ? ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2026 ക്ലർക്ക് ട്രേഡിൻ്റെ എക്സാം പാറ്റേൺ, സിലബസ്, ടൈപ്പിംഗ് എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. 2026 തന്നെ ആദ്യമായിട്ട് ഈ ഒരു ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ക്ലർക്ക് ട്രേഡിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്, എക്സാം പാറ്റേൺ, ടൈപ്പിംഗ് എപ്പോഴാണ് പാസ്സാണെന്ന് എന്നതിനെക്കുറിച്ചൊക്കെ. വീഡിയോ ഫുൾ കാണുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളും ക്ലർക്ക് എന്നൊരു ട്രെയിൻ അപ്ലൈ ചെയ്യുന്ന കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. മിക്ക കുട്ടികൾക്ക് പറഞ്ഞൂടെ ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്നും തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കൂടി ചെയ്യുക. വാല്യുബിൾ കമൻറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതേപോലെ കുട്ടികളെ 2026 എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. എന്നാൽ സ്റ്റാർട്ടിങ്ങിലൊന്നും ഞാൻ പറഞ്ഞതാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയേണ്ടവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നോക്കൂ കുട്ടികളെ, ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ്, ഫോം ഫില്ലിങ്ങിന് ഇനിയും ടൈം ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1 ഏപ്രിലാണ്. ഏപ്രിൽ 1 വരെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ ടൈം ലഭിക്കുന്നതായിരിക്കും. എല്ലാ കാഡറ്റും തീർച്ചയായിട്ടും 2 ട്രേഡിലേക്ക് ഫോം ഫില്ല് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഏജ് ലിമിറ്റ്. കുട്ടികളെ നോക്കൂ, നിങ്ങളുടെ ഏജ് 1 ജൂലൈ 2005 1 ജൂലൈ 2009 ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കേഡറ്റും ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരും ചെക്ക് ചെയ്യണം. 1 ഇയർ ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു തവണ. വേക്കൻസി നല്ലപോലെ ഉണ്ട് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക്. 2025 കാര്യം പറയുകയാണെങ്കിൽ TVMരുടെ റിസൾട്ട് വന്നപ്പോൾ 2 ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് ക്ലർക്ക് എന്നൊരു ട്രേഡിന് വേണ്ടി ഔട്ട് ആയത് തന്നെ. വേക്കൻസി നല്ലപോലെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ +2 പാസ്സായിരിക്കണം. +2 നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. ആർട്സ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഓവറോൾ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ ഓരോ സബ്ജക്റ്റിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം 50% മാർക്ക് ഇംഗ്ലീഷിനുണ്ടായിരിക്കണം. +2 നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് മാത്സ്, അക്കൗണ്ടൻസി, ബുക്ക് കീപ്പിംഗ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 162 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടുന്നത്. എത്രയാണ്? 162 സെൻറ്റിമീറ്ററാണ് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് ഹൈറ്റ് വേണ്ടുന്നത്. വളരെ കുറഞ്ഞ ഹൈറ്റാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. മറ്റ് ട്രേഡിലേക്കാണെന്നുണ്ടെങ്കിൽ GD ആണെന്നുണ്ടെങ്കിൽ 166 ആണ്. പിന്നെ ടെക്നിക്കൽ ആൻഡ് NA ആണെന്നുണ്ടെങ്കിൽ 165 സെൻറ്റിമീറ്ററാണ്. ട്രേഡ്സ്മാൻ ആണെങ്കിൽ 166 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഹൈറ്റ് വളരെ കുറവ് മതി ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക്. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് നോക്കാം. നോക്കൂ കുട്ടികളെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം എക്സാം, പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു, പിന്നെ ഫിസിക്കലാണ്, പിന്നെ മെഡിക്കലാണ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നിങ്ങളെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നു. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, ആൻഡ് ഡിഫൻസ് അക്കാഡമി കമാൻഡർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ട്രേഡിനും വേണ്ടിയിട്ടുള്ള. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ ജോയിൻ ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി ഡിഫറൻറ്റ് ഫാക്കൽറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും GK ആണെങ്കിലും ഹിസ്റ്ററി, പൊളിറ്റിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് എല്ലാത്തിൻ്റെയും ടോപ്പിക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. പ്രോപ്പർ സിലബസ് ബേസ്ഡ് ആയിരിക്കും. ആർമി ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ആ ക്ലർക്ക് ട്രേഡിലുള്ള ഏതൊക്കെയാണ് സിലബസ് അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടണം. ജോയിൻ ചെയ്യുക, ചാൻസ് മിസ് ചെയ്യരുത്. ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം. നോക്കൂ കുട്ടികൾ, എക്സാം പാറ്റേൺ GK ആൻഡ് സയൻസിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരും, മാത്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരും, കമ്പ്യൂട്ടർ നോളജിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരും, ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരും. ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതമാണ്. ഇവിടെ എക്സാം ടോട്ടൽ 200 മാർക്സിൻ്റെയാണ്. ഓരോ ക്വസ്റ്റ്യൻ 4 മാർക്ക് വീതമാണ്. ക്ലിയർ, 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനായിട്ട് ലഭിക്കുന്നതായിരിക്കും. 90 മിനിറ്റ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്ന ആർമി ക്ലർക്ക് എന്നൊരു ട്രേഡിൻ്റെ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ സിലബസ് അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് സിലബസ് എന്ന് പറയുന്നത്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. അതേപോലെ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് സിലബസ് ആണ്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇതനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ബയോളജിയുടെ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് സിലബസ്. ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ആണ് സ്ട്രാറ്റജിക്കയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമി കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് ആണ് മാത്സിൻ്റെ ഇത്രയും ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് എല്ലാം. ഇത് എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക്കാണ്. കമ്പ്യൂട്ടറിൻ്റെ ഇത്രയും ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയുമാണ് പ്രോപ്പർ സിലബസ്. ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ നോക്കാം കുട്ടികളെ. നോക്കൂ, ഇംഗ്ലീഷിൻ്റെ ഇത്രയും ടോപ്പിക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാവരും. എന്നിട്ട് ചെക്ക് ചെയ്യുക പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുന്ന കറക്റ്റ് സിലബസ് ആണോ എന്ന്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഇതേ സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ക്ലിയർ ആയാലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടതാണ് ടൈപ്പിംഗ് ടെസ്റ്റ്. നോക്കൂ കുട്ടികളെ, ടൈപ്പിംഗ് ടെസ്റ്റ് എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ അവിടെ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഉടനെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ക്വാളിഫൈ ആയാൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് ഫോർ അഗ്നിവീർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ
storekeeper technical. Typing test for candidates appearing for Agniveer Clerk storekeeper technical will be carried out during the online common entrance exam wherein 30 words per minute in English during the test is desirable. Only those candidates who qualified the typing test will be eligible for call up for phase 2 of the recruitment process. അവിടെ വെച്ച് തന്നെ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നിങ്ങളുടെ പേപ്പർ വാല്യുവേഷന് പോകും, പിന്നെ നിങ്ങൾ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വരും, പിന്നെ നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റും നിങ്ങളുടെ എക്സാമിനോടൊപ്പം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ടൈപ്പിംഗ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ടൈപ്പിംഗ് ടെസ്റ്റ് എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുക. ഉടനെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് എവിടെയെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. 2 to 3 വീക്സ് പോയാൽ തന്നെ എന്തായാലും ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. 30 വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ? ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. ക്ലിയർ കുട്ടികൾ? അപ്പോൾ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഇതാണ്. ഗ്രൂപ്പ് 1 നിങ്ങൾ 6 minutes 50 seconds ഓടിയെത്തിയാൽ മതി. നിങ്ങൾക്കൂടെ മാർക്ക് ലഭിക്കത്തില്ല. പുള്ളപ്പ് നിങ്ങൾ 6 കൊടുത്താൽ മതി, നിങ്ങൾ ക്വാളിഫൈ ആവുന്നതായിരിക്കും. 9 feet ഡിച്ചും 6 ബാലൻസിംഗ് ബീമും ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ പാസ് ആവുന്നതായിരിക്കും. റിട്ടേൺ എക്സാമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ഈസി ആയിട്ട് നിങ്ങൾ കരുതരുത്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കത്തുള്ളൂ. ക്ലിയർ? അന ഡിഫൻസ് അക്കാഡമിയിൽ എല്ലാ ട്രേഡിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലർക്കിൻ്റെ പ്രോപ്പർ 20 മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കാണുന്നതായിരിക്കും. ബാക്കി എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇവിടുത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും. പിന്നെ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെന്ന് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കും. ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും. റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് ഓൺലൈൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഓഫ്ലൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫിസിക്കലി കാണും. അതിനുശേഷം പിന്നെ ക്ലാസ് ആയിരിക്കും. പിന്നെ ബാക്കി വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും ബാക്കി അത്ലറ്റിക് രീതിയിലുള്ള സ്കില്ലിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏത് കോഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒറ്റ ചാൻസിൽ തന്നെ ജോലി നേടി നിങ്ങൾ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കുക. ക്ലിയർ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഇത് നമ്മുടെ വാട്സാപ്പ് ചാനലാണ്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പർ. സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.